ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീരാമ കഥാ ദിവസം 31. ഇന്നത്തെ വിഷയം ശ്രീരാമ രാവണ യുദ്ധം, രാവണവധം, സീതാമോചനം, അയോധ്യയിലേക്കുള്ള മടക്കം, ശ്രീരാമ പട്ടാഭിഷേകം. പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഇന്ന് നമ്മുടെ 31 ദിവസത്തെ കർക്കിടക രാമകഥയുടെ സമാപന ദിവസം. രാമായണത്തിൻ്റെ മഹത്തായ യാത്ര ഇന്ന് അതിൻ്റെ പരമപ്രധാനമായ ഘട്ടത്തിലെത്തുകയാണ്. ഇന്നലെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിനെ വധിച്ചതും ഹനുമാൻ സഞ്ജീവനി കൊണ്ടുവന്ന് ലക്ഷ്മണന് ജീവൻ തിരിച്ചു നൽകിയതും നാം കേട്ടു. ഇന്ന് അധർമ്മത്തിനു മേൽ ധർമ്മത്തിൻ്റെ അന്തിമ വിജയം. ഇന്ദ്രജിത്തിന്റെ മരണവാർത്ത രാവണനെ തകർത്തു. എങ്കിലും അഹങ്കാരം അവനെ വിട്ടില്ല. അവൻ സ്വയം യുദ്ധത്തിനിറങ്ങി. വലിയ സൈന്യത്തോടൊപ്പം രാവണൻ യുദ്ധഭൂമിയിലെത്തി. ശ്രീരാമനും തൻ്റെ വില്ലുമായി മുന്നിൽ നിന്നു. രണ്ടു മഹാശക്തികൾ നേർക്കുനേർ. ഒരു വശത്ത് ധർമ്മം, മറുവശത്ത് അധർമ്മം. യുദ്ധം അതീവ ഭയങ്കരമായി. രാവണൻ അനേകം ദിവ്യ അസ്ത്രങ്ങൾ പ്രയോഗിച്ചു. ശ്രീരാമൻ അവയെല്ലാം പ്രതിരോധിച്ചു. രാവണന്റെ അമ്പുകൾ ആകാശം നിറഞ്ഞു. ശ്രീരാമന്റെ അസ്ത്രങ്ങൾ അവയൊക്കെ തകർത്തു. ഒരു ഘട്ടത്തിൽ രാവണന്റെ രഥവും ആയുധങ്ങളും തകർന്നു. ശ്രീരാമൻ അവനോട് പറഞ്ഞു, രാവണ, ഇന്ന് നീ ക്ഷീണിച്ചിരിക്കുന്നു. പോയി വിശ്രമിച്ചിട്ട് നാളെ വരിക. ഇതാണ് ശ്രീരാമന്റെ മഹത്വം. ശത്രുവിനോട് പോലും ധർമ്മം പാലിക്കുന്നവൻ. അന്തിമ യുദ്ധത്തിനു മുമ്പ് അഗസ്ത്യ മഹർഷി ശ്രീരാമന്റെ അടുത്തെത്തി. അദ്ദേഹം ശ്രീരാമന് ആദിത്യ ഹൃദയം ഉപദേശിച്ചു. ശ്രീരാമൻ സൂര്യദേവനെ ഭക്തിപൂർവം ധ്യാനിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ പുതുശക്തി നിറഞ്ഞു. വീണ്ടും ശ്രീരാമനും രാവണനും നേർക്കുനേർ വന്നു. രാവണൻ തൻ്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചു. ശ്രീരാമൻ ശാന്തനായി നിന്നു. അവസാനം അഗസ്ത്യ മഹർഷിയുടെ അനുഗ്രഹവും ദേവന്മാരുടെ ആശീർവാദവും ഓർത്ത് ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ആ ദിവ്യശരം രാവണന്റെ ഹൃദയം തുളച്ചു. രാവണൻ നിലത്തു വീണു. ലങ്കയുടെ ആകാശം നിശബ്ദമായി. രാവണൻ വീണപ്പോൾ ദേവന്മാർ ആകാശത്തിൽ നിന്ന് പുഷ്പവർഷം നടത്തി. വാനരസേന ആഹ്ലാദിച്ചു. വിഭീഷണൻ ദുഃഖത്തോടെ സഹോദരന്റെ ശരീരത്തിനരികിൽ നിന്നു. ശ്രീരാമൻ പറഞ്ഞു, വിഭീഷണ, മരിച്ചവനോടുള്ള വൈരം അവസാനിച്ചു. അവന്റെ അന്ത്യകർമ്മങ്ങൾ യഥാവിധി നടത്തുക. ഇതാണ് ശ്രീരാമന്റെ ക്ഷമയും ധർമ്മബോധവും. രാവണന്റെ വധത്തിന് ശേഷം സീതാദേവിയെ അശോകവനത്തിൽ നിന്ന് കൊണ്ടുവന്നു. ദീർഘകാലത്തെ വിരഹത്തിന് ശേഷം ശ്രീരാമനും സീതയും വീണ്ടും കണ്ടുമുട്ടി. അവരുടെ പുനഃസംഗമം രാമായണത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്നാണ്. സീതാദേവി ശ്രീരാമന്റെ മുമ്പിൽ നിന്നു. ധർമ്മവും സത്യവും വീണ്ടും ഒന്നായി. 14 വർഷത്തെ വനവാസം അവസാനിച്ചു. ശ്രീരാമനും സീതയും ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും വിഭീഷണനും വാനരവീരന്മാരും പുഷ്പക വിമാനത്തിൽ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ ശ്രീരാമൻ സീതയ്ക്ക് തങ്ങൾ കടന്നുപോയ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തു. അവസാനം അവർ അയോധ്യയിലെത്തി. ശ്രീരാമന്റെ വരവറിഞ്ഞ് അയോധ്യ മുഴുവൻ ആനന്ദത്തിലായി. ഭരതൻ ശ്രീരാമനെ വരവേറ്റു. 14 വർഷം ശ്രീരാമന്റെ പാതുകകൾ സിംഹാസനത്തിൽ വെച്ച് രാജ്യം ഭരിച്ച ഭരതൻ അവ തിരിച്ചു നൽകി. തുടർന്ന് മഹാമംഗളമായി ശ്രീരാമ പട്ടാഭിഷേകം നടന്നു. ശ്രീരാമൻ രാജാവായി, സീതാദേവി രാജ്ഞിയായി. ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഹനുമാനും സുഗ്രീവനും വിഭീഷണനും എല്ലാവരും ആ മഹാസന്നിധിയിൽ ഉണ്ടായിരുന്നു. ശ്രീരാമന്റെ ഭരണത്തിൽ ജനങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. അവിടെ ധർമ്മം സംരക്ഷിക്കപ്പെട്ടു, സത്യം നിലനിന്നു, നീതി പുലർന്നു, ജനങ്ങൾ ഭയമില്ലാതെ ജീവിച്ചു. അതുകൊണ്ടാണ് ഇന്നും നല്ല ഭരണത്തിൻ്റെയും ധാർമ്മിക ജീവിതത്തിൻ്റെയും മാതൃകയായി രാമരാജ്യം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. ഈ 1 മാസത്തെ യാത്രയിൽ നാം കണ്ടത്
ദശരഥന്റെ പുത്രനായ രാമനെ, വനവാസിയായ രാമനെ, സീതാവിരഹത്തിൽ കരഞ്ഞ രാമനെ, ഹനുമാനെ കണ്ട രാമനെ, സുഗ്രീവന് അഭയം നൽകിയ രാമനെ, സമുദ്രത്തിനു മുന്നിൽ പ്രാർത്ഥിച്ച രാമനെ, രാവണനോട് യുദ്ധം ചെയ്ത രാമനെ, ഒടുവിൽ ധർമ്മത്തെ സ്ഥാപിച്ച ശ്രീരാമനെ. രാമായണം വെറുമൊരു കഥയല്ല, ജീവിതം എങ്ങനെ നയിക്കണം എന്നതിൻ്റെ ഒരു മാർഗദർശനമാണ്. സീതയിൽ നിന്ന് പതിവ്രതയും അചഞ്ചല വിശ്വാസവും പഠിക്കാം. ലക്ഷ്മണനിൽ നിന്ന് സഹോദര സ്നേഹവും സേവനവും പഠിക്കാം. ഭരതനിൽ നിന്ന് ത്യാഗവും അധികാര വിരക്തിയും പഠിക്കാം. ഹനുമാനിൽ നിന്ന് ഭക്തിയും സേവനവും വിനയവും പഠിക്കാം. വിഭീഷണനിൽ നിന്ന് സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാനുള്ള ധൈര്യം പഠിക്കാം. രാവണനിൽ നിന്ന് ഒരു മുന്നറിയിപ്പ് പഠിക്കാം. ജ്ഞാനമുണ്ടായാലും അഹങ്കാരം വളർന്നാൽ നാശം സംഭവിക്കും. ശ്രീരാമനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റ വാക്കിൽ: ധർമ്മം വിട്ടുകൊടുക്കരുത്. ഹേ ശ്രീരാമചന്ദ്ര, ഈ കർക്കടക മാസത്തിൽ നിന്റെ കഥ കേൾക്കാനും നിന്റെ നാമം ജപിക്കാനും കഴിഞ്ഞ പുണ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭക്തിയായി വളരട്ടെ. ശ്രീരാമന്റെ ധർമ്മവും സീതയുടെ ശുദ്ധിയും ലക്ഷ്മണന്റെ സേവനവും ഭരതന്റെ ത്യാഗവും ഹനുമാന്റെ ഭക്തിയും നമ്മുടെ ജീവിതത്തിൽ അല്പമെങ്കിലും പകരട്ടെ. ഞങ്ങളുടെ കുടുംബത്തെയും വീടിനെയും മനസ്സിനെയും നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ശ്രീരാമചന്ദ്രായ നമ. സീതാരാമാഭ്യാം നമ. ഹനുമതേ നമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. ശ്രീരാമ ജയ രാമ ജയ ജയ രാമ. സീതാരാമചന്ദ്രാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.